ഒരു പുതിയ ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത്. പുതിയ ഐറ്റമാണ് ഞാനല്ല ഉണ്ടാക്കുന്നത്, പകരം വേറൊരാളാണ്. പുതിയ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ചിക്കൻ ഗ്രിൽ ചെയ്യാൻ പോകും. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. നമുക്കിത് ഉണ്ടാക്കുന്ന ആളെ കാണാതെ ആളാണ് ഇന്ന് ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം, ഇതിൽ എന്തൊക്കെ വേണ്ടി. അപ്പൊ നമ്മള് ചിക്കൻ ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി ബാക്കി എന്തൊക്കെയാണ് ഐറ്റം ചേച്ചി? ബാക്കി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ലെമൺ, പിന്നെ മുളക് പൊടി, മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കസൂരി പിന്നെ വേണ്ടത് മല്ലിയില. അപ്പൊ ഇത്ര ഐറ്റം മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് സംഭവം ഉണ്ടാക്കിയെടുക്കാം അല്ലേ ചേച്ചി? ഓക്കെ, നമുക്ക് അപ്പൊ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ചേച്ചി ഇത് ഏതൊക്കെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞോളൂ. ഇതെല്ലാം ഇടാം അല്ലേ? നമ്മള് ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടു, ഇതിടാ, ഇതൊരുമിച്ചിടാ. അപ്പൊ അതേ കുരുമുളക്, മഞ്ഞൾപ്പൊടി, കസൂരി മേത്തി ഇതെല്ലാം കൂടി ഇട്ടു, എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അല്ലേ ചേച്ചി? ഓക്കെ, ഗരം മസാല ഇരുന്നിട്ടാ. അപ്പൊ മുളക് പൊടി, ഗരം മസാല, അപ്പൊ അത് ഇട്ടു. മല്ലിയില അല്ലേ? ഓക്കെ, അപ്പൊ മല്ലിയില ഇട്ടു. അപ്പൊ നമ്മള് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്താൽ പോട്ടാ. എല്ലാം വെള്ളം ഒഴിക്കണം ചേച്ചി? വെളിച്ചെണ്ണ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പൊ ഈ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അതേ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ആയില്ലേ ചെയ്ത്? എല്ലാം ആയില്ലേ? അപ്പൊ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പൊ അത് അരച്ചു കഴിഞ്ഞല്ലേ ചേച്ചി? ഇനി എന്താ പരിപാടി? ഫുള്ള് വരയല്ലേ? അപ്പൊ ചിക്കൻ നമുക്കൊന്ന് വരഞ്ഞൊന്ന് ശരിയാക്കാം അല്ലേ? കൈമേക്കല്ലേ നല്ല എരിയല്ലേ? മുകളല്ല, മുളക്. ഞങ്ങള് ഉപ്പ് നോക്കാൻ വിളിച്ചാക്കണേട്ടോ. അതേ ഒരാള് വരുന്നുണ്ട്. ഞങ്ങക്ക് ഉപ്പ് നോക്കാൻ അറിയില്ല. അപ്പൊ അതെ ചേച്ചിയുടെ അമ്മ വന്നിട്ട് ഉപ്പ് ടെസ്റ്റ് ചെയ്യണ്ട്. ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. ഉപ്പുണ്ടല്ലേ? ഓക്കെ, ഉപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അതെ നമ്മള് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ചിക്കനിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിട്ട് നമ്മള് നല്ലോണം തേച്ച് കൊടുക്കണ്ട്. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, എനിക്ക് ഈ ചിക്കൻ ഇങ്ങനെ കിടക്കണമേ. പോയിങ്കിൽ ചിക്കൻ നമ്മൾ എക്സസൈസ് ചെയ്യില്ലേ? അതാണ് ഓർമ്മ വരുന്നത്. എക്സസൈസ്. ആദിക്കാണോ? ഫുൾ കഴിക്കല്ലേ? ഫുള്ള് ഞാൻ കഴിച്ചോട്ടെ? എന്റെ അടുത്തല്ലേ? നമുക്കിനി എത്ര മണിക്കൂർ വെക്കണത്? നമുക്കൊരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ചിക്കനും അതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മുക്കാൽ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഫ്രിഡ്ജിക്ക് എടുത്തോ. ഉപ്പുണ്ടോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തേ. എനിക്ക് ഉപ്പുണ്ടോന്ന്? ഇല്ല. അയ്യോ, ഉപ്പില്ല എന്താ പറയണ. നമ്മളിത് എന്ത് കൂട്ടി കഴിക്കാൻ പോണേ? പൊറോട്ടയാണോ കുബൂസാണോ? കുബൂസാ. എനിക്ക് കുബൂസ് ഇഷ്ടം. ഓക്കെ, കുബൂസ് എങ്കിൽ കുബൂസ്. ഓക്കെ, അപ്പൊ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകണ്ട. അപ്പൊ ഒരു മുക്കാൽ മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ. നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ പോണത് ഇതിലാണ് കേട്ടോ. അപ്പൊ ഇതിൽ വെച്ചിട്ടാണ് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോണത്.
അയ്യോ നമ്മള് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് ഓവനിലേക്ക് വെക്കും കേട്ടോ. നമ്മൾ വെക്കാൻ പോകണ്ട അതിൻ്റെ ഉള്ളില് ഓവന്റെ ഉള്ളില് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര സമയം വേണം ചേച്ചി? ഇത് നമ്മള് ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് 20 മിനിറ്റ് അപ്പൊ ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആവും. ഓക്കെ, നമുക്കപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളതിലേക്ക് എന്ത് ചേർക്കാൻ പോണേ? കുറച്ച് ഒലിവ് ഓയില് മുകളിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വെക്കോ അതിൻ്റെ ഉള്ളിൽ? ഓക്കെ, നമ്മുടെ കയ്യിൽ തൽക്കാലം ഇപ്പൊ ബ്രഷ് ഇല്ല. ജാനിയുടെ ബ്രഷ് എടുത്ത് വെക്കേണ്ടി വരും. പിന്നെ അതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യണ്ട. സവാള ഒക്കെ ഇടാണല്ലേ? കുറച്ച് നമ്മൾ പിന്നെയും ദേ വെക്കാൻ പോണ്ട. തിരികെയും ഒലിവ് ഓയിലൊക്കെ പെട്ടി സവോളയൊക്കെ ഇട്ട് സംഭവം ദേ വെക്കാണ്ട ഗൈസ്. തിരിച്ചിട്ടു ഗൈസ്. ഓൾമോസ്റ്റ് വെന്തൊക്കെ ഇനി നമ്മളൊന്ന് ക്രിസ്പിയാക്കും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോ ഇത് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അതെ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ അല്ലേ ചേച്ചി? ടേസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. ആരാ ടെസ്റ്റ് ചെയ്യണോ? ആരാ ടെസ്റ്റ് ചെയ്യാ? ഓക്കെ, അപ്പൊ അയ്യപ്പേട്ടൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് പറയും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി? എങ്ങനെയുണ്ട് ചിക്കൻ? അടിപൊളിയാണോ? സൂപ്പറാണോ? അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുബൂസ് ഉണ്ട്. കുബൂസിന്റെ ഒപ്പം അത് നമുക്ക് വെറുതെ കഴിച്ചു നോക്കാല്ലേ. സംഭവം നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല മസാലയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ്. സംഭവം കൊള്ളാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ മസാല ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരുമ്പോഴേക്കും കാണുന്നതുവരേക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.